നല്ല രീതിയിൽ കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉൽപ്പന്നമാണ് ബാഗുകൾ, സഞ്ചികളൊക്കെ അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോയാലൊക്കെ അത് ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ ഇത്തരം ബാഗുകൾ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ വാർത്ത മെയ്ഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ അത്തരത്തിലൊരു നിർമ്മാണ കാഴ്ചയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിറ്റിശ്ശേരിയിലാണ്, തൃശ്ശൂർ ജില്ലയിലെ ചിറ്റിശ്ശേരി. ഇവിടെ നെന്മണിക്കര കുടുംബശ്രീ CDSന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് ഇത്. ഒരു 4-5 സ്ത്രീകളൊക്കെ ഇരുന്നു കൊണ്ട് ഈ രീതിയിലുള്ള നൈലോൺ ബാഗുകളാണ് ഇവർ നിർമ്മിക്കുന്നത്. പല നിറത്തിൽ പല വലുപ്പത്തിൽ ഒക്കെയുള്ള ബാഗുകൾ ഇവിടെ ഉണ്ടാക്കും. ഓരോ സീസണിലും വരുന്ന ഓർഡറുകൾ അനുസരിച്ചാണ് ഇവരുടെ നിർമ്മാണം. ബാഗുകൾക്കൊപ്പം തന്നെ ഇവർ തൊപ്പികൾ, ക്യാപ്പൊക്കെ ഉണ്ടാക്കും. ക്രിസ്മസ് സമയത്ത് അത്തരം സീസണൽ ക്യാപ്സ് ഉണ്ടാക്കും. പിന്നെ ഇതുകൂടാതെ സ്കൂൾ സീസണൊക്കെ ആകുമ്പോൾ സ്കൂൾ ബാഗുകളും ഇവർ നിർമ്മിക്കും. അപ്പോൾ ഓർഡർ അനുസരിച്ചാണ് ഇവിടുത്തെ നിർമ്മാണം. അപ്പോൾ നമുക്ക് അത്തരം നിർമ്മാണ കാഴ്ചകൾ കാണാം. എക്കോ ഗ്രീൻ ബാഗ്സ് എന്ന ഈ ഒരു യൂണിറ്റ് കൊണ്ടു നടക്കുന്നത് നമ്മുടെ നിഷ മണികണ്ഠൻ എന്ന ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. ഇന്ത്യൻ വാർത്ത മെയ്ഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ യൂണിറ്റിൽ വന്നു, ഒരുപാട് പല കളറിലുള്ള ബാഗ്സ് ഒക്കെ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്? ഇപ്പോൾ കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് ആണെന്ന് പറഞ്ഞു, അത്തരം സപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണെന്ന് പറയാം. കുടുംബശ്രീ വഴി തന്നെ ഞാൻ ഇതിലേക്ക് വന്നത്. 10 കൊല്ലം മുന്നാണ് ഞാൻ കുടുംബശ്രീയിൽ ചേർന്നത്. അവിടെ ഇങ്ങനെ ഒരു മീറ്റിങ്ങുകളൊക്കെ പോയി സംരംഭം തുടങ്ങണ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോൾ ചെറുതായിട്ട് നമുക്ക് തുടങ്ങിയ കൊള്ളാന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്ത് തുടങ്ങിയതാണ്. ആദ്യമായിട്ട് ജൂട്ട് ബാഗാണ് തയ്ച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ് തുണിസഞ്ചി, കോട്ടന്റെ തുണിസഞ്ചി തയ്ച്ചു. പിന്നീട് മാസ്ക്, കൊറോണ ടൈമിൽ മാസ്ക് തയ്ച്ചു. അതിന്റെ സീസൺ കഴിഞ്ഞപ്പോൾ നമ്മള് സഞ്ചിയിലേക്ക് കടന്നു. ഡിമാൻഡ് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. നമ്മള് കടകള് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സെയിലാവാനായിട്ട്. പിന്നെ അങ്ങനെ ഓർഡറൊക്കെ കറക്റ്റ് ആക്കി വന്ന് ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകണം. ഈ ബാഗ് അല്ലാതെ ഇനി എന്തൊക്കെയാ? ബാഗ് അല്ലാണ്ട് ഇനി ക്രിസ്മസ് വരുമ്പോ നമ്മള് തൊപ്പികൾ ചെയ്യും. അത് കഴിഞ്ഞ ആഗസ്റ്റ് 15 ആവുമ്പോ നമ്മള് ഫ്ലാഗ് തയ്ക്കും. അതിന്റെ ഇപ്പൊ കഴിഞ്ഞു. തുണി കൊണ്ടുള്ള ഫ്ലാഗ്, കോട്ടൺ തുണി കൊണ്ടുള്ള ഫ്ലാഗ്. ഇനിയിപ്പോ അടുത്തത് തൊപ്പി തയ്ക്കാനായിട്ടുള്ള ഡിസംബർ ആവുമ്പോഴേക്കും അത്തരം പരിപാടികളിൽ. ഇതിപ്പോ നമ്മള് പാലക്കാടുന്നും തൃശ്ശൂരിന്നും റോ മെറ്റീരിയൽസ് എടുക്കണം. ഇതിപ്പോ നൂലൊക്കെ വരുന്നത് ഇത് നൈലോൺ പ്ലാസ്റ്റിക്കിന്റെ നൂലാണ്. നമ്മള് ഫുള്ളും പവർ മെഷീനാണ്. എങ്ങനെയാണ് നമുക്കിത് ആദായകരമാണോ ഇത്തരം സംരംഭങ്ങൾ, യൂണിറ്റുകളൊക്കെ? നമ്മള് നല്ല രീതിയിൽ കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ജൂട്ട് ബാഗ് ആണെങ്കിലും എങ്ങനെയുണ്ട് അതിന്റെ ഒരു ഓർഡർ ഒക്കെ എങ്ങനെയുണ്ട്? ബാഗ് ഇത്തിരി കുറവാണ്. നമ്മള് ഇതിനാണ് ഇപ്പൊ മെയിൻലി ഫോക്കസ് കൊടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുമായിരിക്കും അല്ലേ? സ്റ്റിച്ച് ചെയ്യാൻ കൂടുതലും കിട്ടുന്നുണ്ട്. എത്ര വലുപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോ? ഇതിപ്പോ 4 മോഡൽ ഉണ്ടാക്കുന്നു. 4 മോഡൽ. ഇതിപ്പോ നമ്മളൊരു ചെറിയ മോഡൽ അല്ലേ? ഇതിങ്ങനെ ഒരു ചെറിയ മോഡൽ വരും. ഇത് കുറച്ച് വലിയ സൈസ് അല്ലേ? ഇതിന്റെ ചെറുതും ഇതിന്റെ വലുതും. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഈ ക്ലോത്ത് വരും. പിന്നെ ഈ റോളുകൾ ഇങ്ങനെ വരും. അപ്പൊ നമ്മളത് കട്ട് ചെയ്ത് അളവിന് കട്ട് ചെയ്ത് കട്ടിംഗ് ഒക്കെ മാനുവലി തന്നെ ചെയ്യണോ? അത് മെഷീൻ ഉണ്ട്? മെഷീൻ അല്ല, ഇതൊക്കെ ഹാൻഡ് കട്ടിങ് തന്നെയാണ്. പിന്നെ ഇതുപോലുള്ള വെച്ച് അടിക്കും. അത് അടിച്ച് കട്ട് ചെയ്ത് ഒരു സഞ്ചി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരെ എത്ര സമയം എടുക്കും? ഒരു 10-15 മിനിറ്റിൽ വരും. ഇത് ഓരോരുത്തരെ ഓരോ സെപ്പറേറ്റ് ചെയ്യണേ. ഒരു ഷീറ്റ് ഇങ്ങനെ ഇതേപോലെ ഷീറ്റ് 2 പേരുണ്ട്, അവരടിക്കും. പിന്നെ ബാക്കി ഫുൾ ഫിനിഷിങ് ഇവര് 2 ആളെ ചെയ്യാം. ഓരോ മെഷീനിലും ഓരോന്നായിട്ടാ ചെയ്യാം. അപ്പൊ പെട്ടെന്ന് കഴിയും. ഒരാൾ ഒരേ സൈസ് അടിക്കൽ മാത്രം, ഒരെണ്ണം മാത്രം ചെയ്തു. ഒരാള് ഈ പറഞ്ഞ പോലെ ഹാൻഡിൽ മാത്രം ഒരാൾ ചെയ്യും, ബാക്കി വേറെ ആൾ ചെയ്യും. അങ്ങനെ. ഓക്കെ.
കുടുംബശ്രീയുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണ്. പിന്നെ മേളകളൊക്കെ വരുമ്പോ അവര് വിളിക്കാറുണ്ട്. അവിടേക്ക് പോയി സെയിൽ ചെയ്യും അല്ലേ? പിന്നെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കുടുംബശ്രീ സപ്പോർട്ട് ഉണ്ട്. ഇതിപ്പോ നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ്? വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. എത്ര പേരുണ്ട് മൊത്തം ഇവിടെ? ഇപ്പൊ 5 ആളുണ്ട്. ഞാനടക്കം 5 ആള് ഡെയിലി തയ്ക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡും സഹായിക്കും. ഡെയിലി നമ്മൾ എത്ര ഇതുപോലുള്ള ബാഗ്സ് ഇവിടെ ഒരു 250 ഡെയിലി ചെയ്യും. ഇതേമാതിരി ഷീറ്റ് ഒരാൾ മാത്രം അടിക്കും. ഈ ഷീറ്റ് ഇങ്ങനെ ഒരാൾ ചെയ്യും, ഒരാൾ പിന്നെ ഈ ഹാൻഡിൽ പിടിക്കും. അല്ല, ഈ ഷീറ്റുമേ ഈ ഹാൻഡില് ഒരാൾ തന്നെ ചെയ്യും. ഫുൾ ലെങ്ത്തിൽ പിടിക്കും അല്ലേ ഹാൻഡില്? അതിങ്ങനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാ? വിട്ടുപോകാണ്ടിരിക്കാൻ ഫുള്ളായിട്ട് അടിക്കും. ഇത് രണ്ട് സൈഡ് യോജിപ്പിക്കും. പിന്നെ ഈ പാളി വെച്ചിട്ട് ഇത് വെച്ചിട്ട് രണ്ട് സൈഡ് യോജിപ്പിക്കും. അത് വേറൊരാൾ ചെയ്യും. അത് ഇവര് ചെയ്യും. അപ്പൊ അതങ്ങ് ഫിനിഷിങ് ആവും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നൈലോൺ ബാഗിന്റെ നിർമ്മാണം. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇനി നമ്മുടെ ക്രിസ്മസ് ക്യാപ്പുകൾ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് എക്കോ ഗ്രീൻ ബാഗ്സ്. എന്നാലും വളരെ സന്തോഷം ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. ഒരുപാട് വീട്ടമ്മ സ്ത്രീകളൊക്കെ വീട്ടിലിരിക്കുക അല്ലെ, വീട്ടിലെ ജോലി മാത്രം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ആരംഭിക്കാവുന്ന ഒരു യൂണിറ്റ് ആണ്. ബാഗ്സ് ഉണ്ടാക്കാം. ഇതുപോലെ ഒരുപാട് ഐഡിയകളുണ്ട്. എന്തായാലും മെയ്ഡ് ഇൻ ഇന്ത്യയിൽ ഇതുപോലെ മറ്റൊരു വ്യത്യസ്തമായ നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.